ഹലോ കൂട്ടുകാരി, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു മാർച്ച് റീസെറ്റ് റൊട്ടീനായിട്ടാണ് വന്നിരിക്കുന്നത്. മാസത്തിൻ്റെ ആദ്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 12 കാര്യങ്ങളോളം ചെയ്യുന്നുണ്ട്. അതിൽ എളുപ്പമുള്ളതും ബുദ്ധിമുട്ടുള്ളതും അല്ലെങ്കിൽ സമയം എടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഓരോന്ന് ചെയ്ത് കഴിയുമ്പോൾ ക്ഷീണം വരുമ്പോൾ എളുപ്പമുള്ളത് ചെയ്യാനും പറ്റും. ഇത് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ 2 ദിവസം എടുത്ത് സമയമെടുത്തും ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഹാൻഡ് ബാഗാണ് വൃത്തിയാക്കാനായിട്ട് പോകുന്നത്. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളതാണ്, പെട്ടെന്ന് കഴിയുന്നതാണ്, മാക്സിമം 5 മിനിറ്റ് എടുക്കുള്ളൂ. അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്, ഒരു കാര്യം ചെയ്ത് തീർത്തു എന്നുള്ളത്. അപ്പോൾ ബാഗ് നമ്മൾ സ്കൂൾ ബാഗോ കോളേജ് ബാഗോ ഏതായാലും നമുക്ക് ഇന്ന് ഇത് ചെയ്യാം. നമ്മൾ വേസ്റ്റ് ഐറ്റംസ് എല്ലാം മാറ്റി ആവശ്യമുള്ള എല്ലാ ഐറ്റംസും തിരിച്ച് അതിലോട്ട് വെക്കുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ബാഗ് എപ്പോഴും നമ്മുടെ കംഫർട്ടും അതോടൊപ്പം തന്നെ നമുക്ക് വെക്കേണ്ട ഐറ്റംസിൻ്റെയും അതനുസരിച്ച് വേണം ഒരു ബാഗ് സെലക്ട് ചെയ്യാൻ. എന്നെ സംബന്ധിച്ച് വല്ലാതെ വലുതുമല്ല വല്ലാതെ ചെറുതല്ലാത്തൊരു ബാഗാണ് എനിക്ക് ആവശ്യമുണ്ടായിരുന്നത്. അതനുസരിച്ചാണ് ഞാൻ ബാഗ് വാങ്ങിയത്. പല ബാഗുകളും പല മോഡലും നമ്മൾ വെറുതെ വാങ്ങും, ഉപയോഗിച്ച് കഴിയുമ്പോഴാവും അതിൻ്റെ കുറേ കുഴപ്പങ്ങൾ മനസ്സിലാവാം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വാങ്ങുന്ന ബാഗ് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് വെക്കേണ്ട ഐറ്റംസിൻ്റെ എണ്ണം അനുസരിച്ചിട്ട് വേണം നോക്കാം. ഈ ഒരു ബാഗ് എനിക്ക് പെർഫെക്റ്റ് ആണ്. ഇതിൽ ഇത്ര ഐറ്റംസ് വെച്ചു. അത് മാത്രമല്ല ഇതിന് 3 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ സ്ട്രാപ്പ് ആണെങ്കിൽ നല്ല വീതിയുണ്ട്, ഷോൾഡറിന് ഒട്ടും പെയിൻ വരുന്നില്ല. പിന്നെ ഇതിൽ ഇത്രയും ഐറ്റംസ് നല്ല സുഖമായിട്ട് കൊള്ളും. പിന്നെ സൈഡിൽ ഈ ബാഗിൻ്റെ കുഞ്ഞൊരു കോയിൻ വെക്കുന്ന ചെറിയൊരു പേഴ്സും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് കാശൊക്കെ വയ്ക്കാൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഒരു പെർഫ്യൂമാണ് അതിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാഗ് നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ കിട്ടുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കുറച്ചായി ഞാൻ അത് മേടിച്ചിട്ട്. രണ്ടാമതായിട്ട് നമ്മൾ നമ്മുടെ സെൽഫ് കെയർ ചെയ്യാൻ, അതായത് ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേറെ കാര്യങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ചെയ്യാം. ഇപ്പോൾ ഒരു ഫേസ് മാസ്ക് എന്തെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹെയർ മാസ്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടോ ഒക്കെ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യം കൂടി ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ 2 കാര്യങ്ങളും കൂടി ക്ലബ് ചെയ്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ഫേസ് മാസ്ക് ഞാൻ മുഖത്തിട്ട് കൊടുത്തിട്ട് മീൽ പ്ലാനിങ് എനിക്ക് ചെയ്യണം. ഈ ഒരു ആഴ്ചയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ഭക്ഷണം വെക്കണം എന്നുള്ളൊരു പ്ലാനിങ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് എഴുതാം, ഇല്ലെങ്കിൽ നമ്മുടെ ഡയറി എഴുതണമെങ്കിൽ അത് എഴുതാം. അപ്പോൾ 2 കാര്യങ്ങളും ഒന്നിച്ച് നടക്കുകയും ചെയ്യും. നമ്മളെപ്പോലുള്ള മടിച്ചുകൾക്ക് ഇതാവും നല്ലത്. കാരണം എനിക്ക് സ്വതവേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇതൊക്കെ ലാസ്റ്റത്തേക്ക് വെക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മൾ മന്ത്ലി പ്ലാനിങ് ചെയ്യുമ്പോൾ മന്ത്ലി കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സെൽഫ് കെയർ ആണ്. അത് മുഖത്ത് അപ്ലൈ ചെയ്തൊരു 15 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു മീൽ പ്ലാനിങ് ബോർഡിൽ നമ്മൾ ഈ ആഴ്ചയിൽ വെക്കുന്ന എല്ലാ ഐറ്റംസും എഴുതി വെക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിൻ്റെയും കാര്യങ്ങളൊക്കെ. ലഞ്ചിൻ്റെ കറികൾ തന്നെയാണ് ഡിന്നറിന് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഒരു കാർഡ്ബോർഡിൻ്റെ പീസിലോട്ട് നമുക്ക് ഇതുപോലത്തെ വൈറ്റ് ബോർഡ് ഒട്ടിക്കുന്ന മോഡൽ വാൾപേപ്പർ കിട്ടും. ആ വാൾപേപ്പർ ഈ ഒരു ബോർഡുമേക്ക് ഒട്ടിച്ചു കൊടുത്താൽ നമുക്ക് ഇഷ്ടംപോലെ അതുമ്പോൾ എഴുതി മാച്ചൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഈ വാൾപേപ്പറിൻ്റെ കുറേ ഉണ്ട് കേട്ടോ ഈ ഷീറ്റ്, നമുക്ക് ആവശ്യമുള്ള പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു ബോർഡാണിത്. ഇനി ഇതിൽ നമ്മൾ വൈറ്റ് ബോർഡ് മാർക്കർ ഉപയോഗിച്ചിട്ടാണ് എഴുതണത്. അപ്പോൾ നമുക്ക് ഓരോ ദിവസത്തെയും നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് ആദ്യം ഫ്രിഡ്ജിൽ പോയി നോക്കുക, അത് വെച്ചുള്ള ഐറ്റംസ് എഴുതുക. പിന്നീട് നമുക്ക് കടയിൽ പോകുമ്പോൾ മേടിക്കണമെങ്കിൽ അതനുസരിച്ച് നമുക്ക് മീൽ പ്ലാൻ ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറ്, ഫ്രിഡ്ജിലുള്ള ഐറ്റംസൊക്കെ അവസാനിപ്പിക്കും. അതോടുകൂടി തന്നെ കടയിൽ പോയിട്ട് സാധനങ്ങൾ മേടിച്ചിട്ട് ബാക്കി ഐറ്റംസ് ഉണ്ടാക്കും. അപ്പോൾ ചിലപ്പോൾ കടയിൽ പോവുക ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചകളിലോ ആയിരിക്കും. അതനുസരിച്ചാണ് ഞാൻ മീൽ പ്ലാനിങ്ങും ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോണതിന് മുൻപ് മീൽ പ്ലാൻ ചെയ്ത് തീരുമാനിക്കുകയാണെങ്കിൽ ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമുക്ക് നല്ല ഈസിയാണ്. ഇപ്പോൾ ആഴ്ചയിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് എളുപ്പത്തിൽ മേടിച്ചു കൊണ്ട് വരാം, അല്ലെങ്കിൽ നോൺ വെജ് ആയാലും എന്തായാലും. അപ്പോൾ അത് നമ്മൾ ആദ്യം തയ്യാറാക്കുക, അതനുസരിച്ച് ഷോപ്പിംഗ് ലിസ്റ്റും കൈയോടെ തയ്യാറാക്കി വെക്കുക. പോകുന്ന സമയത്ത് ഇതെല്ലാം മേടിക്കുക. അപ്പോൾ നമ്മുടെ മീൽ പ്ലാൻ ഏകദേശം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബോർഡിൻ്റെ പിന്നിൽ നമ്മൾ മാഗ്നറ്റിൻ്റെ 2 ഇത് വെച്ചിട്ടുണ്ട്, 2 പീസ് മാഗ്നറ്റ്. അപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അത് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കുക, അപ്പോൾ ഒട്ടിച്ച് വയ്ക്കാൻ നല്ല എളുപ്പമാണ്. ഞാൻ കിച്ചണിൽ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ ഇങ്ങനെയാണ് ഇത് വെക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഇനി എവിടെയാണ് നമ്മൾ ആദ്യം എപ്പോഴും കൂടുതലുള്ള സ്പേസ് അവിടെ ഈ ഒരു മീൽ പ്ലാനർ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക. ഇനി ഇതില്ലെങ്കിൽ പേപ്പറിൽ എഴുതി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ 4ാമത് ചെയ്യുന്നത് കണ്ണിൻ്റെ തടത്തിൽ ഇങ്ങനെ വെക്കാനോ ഇങ്ങനത്തെ ഐ മാസ്ക് കിട്ടും, വാങ്ങാൻ കിട്ടും. നല്ല കൂളിംഗ് എഫക്റ്റാണ് ഈ സംഭവത്തിന്. അത് മുഖം കഴുകിയ ശേഷം അത് വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഇതിൻ്റെ അടുത്ത പണി ചെയ്യാൻ പോണത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മുഖത്തിരുന്നാലും നമ്മുടെ പണി നടക്കും, നമുക്ക് ഈ കാര്യം ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ കണ്ണിൻ്റെ തടത്തിൽ ഐ മാസ്ക് ഒരു 10 മിനിറ്റ് നമുക്ക് വെക്കാം. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ എപ്പോഴും എൻ്റെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ഒരു ഐറ്റമാണ്, ഉള്ളിയും വെളുത്തുള്ളിയും. അപ്പോൾ അത് കുറവാകുമ്പോഴേക്കും ഞാൻ വേഗം നന്നാക്കി കുറച്ച് വെക്കും. കാരണം നമ്മൾ പണിത്തിരക്കിൻ്റെ ഇടയിൽ ഈ കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ നന്നാക്കി വെക്കുക വെച്ചാൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് കേട്ടോ. അതുകൊണ്ട് ഇതിങ്ങനെ ചെയ്ത് വെച്ചാൽ നല്ല സുഖമാണ്. TV കാണുന്ന നേരത്തോ ഫോൺ നോക്കിയിരിക്കുന്ന നേരത്തൊക്കെ ഇത് ഓണാക്കി വെച്ചിട്ട് ഇതിങ്ങനെ കുറച്ച് നന്നാക്കി എപ്പോഴും ഫ്രിഡ്ജിൽ ഈ ഒരു ബോക്സിൽ അത് സെറ്റായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്ലാസിൻ്റെ ബോക്സിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതിന് പാർട്ടീഷൻ പോലെ ഉണ്ട്. അപ്പോൾ ഗ്ലാസ്സാണ് കുറച്ചുകൂടി നല്ലത്. എന്താ വെച്ചാൽ ഇതിങ്ങനെ കുറച്ച് ദിവസം ഇരിക്കുമ്പോഴേ അതിൻ്റെ മണം ഇതൊക്കെ പ്ലാസ്റ്റിക്കിലേക്ക് അത്ര നന്നായിട്ട് എനിക്ക് തോന്നില്ല. അതുകൊണ്ടാണ്
അപ്പോൾ അത് അതിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ ബോക്സ് നമുക്ക് വാങ്ങാം. പിന്നെ ഇങ്ങനത്തെ ഗ്ലാസ് ബോട്ടിലിൽ ഇഞ്ചി അരച്ചത് ഇങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയുടെ കൂടെ നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കേട്ടോ, കുറേ അധികമൊന്നും വേണ്ട, അത് ചേർത്തിട്ട് അരച്ച് വെക്കുകയാണെങ്കിൽ അത് കേട് കൂടാതെ ഇരിക്കും. ഞാൻ ഫ്രിഡ്ജിൽ താഴ്ഭാഗത്താണ് വെക്കാറുള്ളൂ, ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെക്കാറില്ല. ഫ്രീസറിൽ വെച്ച് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, പിന്നെ വെള്ളം കയറിയ പോലെയൊക്കെ വരും. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ എടുത്ത് തീരും ഇത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അരച്ച് ഗ്ലാസ് ബോട്ടിലാക്കിയാണ് വെച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ വെളുത്തുള്ളിയും നമുക്ക് അരച്ചിട്ട് ഉപ്പും വെളിച്ചെണ്ണയും ചേർത്തിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇഞ്ചി മാത്രമാണ് വെച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു നാളികേരം ചിരവി ബോക്സിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ നാളികേരം അധികമുള്ള സമയമാണെങ്കിൽ 2 എണ്ണമൊക്കെ ചിരണ്ടി ഇതുപോലെ വെക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ നാളികേരം കുറവായതുകൊണ്ട് ഒരെണ്ണേ വെച്ചിട്ടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഞാനിങ്ങനെ നന്നാക്കിയിട്ടൊക്കെ ഫ്രിഡ്ജിൽ വെക്കാറുള്ളൂ. ബാക്കിയൊക്കെ ഫ്രഷായിട്ട് അന്നാന്ന് തന്നെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് തലമുടിയുമ്പോൾ നല്ല ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് ഒരു ഹെയർ മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്ത് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രഷായിട്ട് റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതൽ ഇങ്ങനത്തെ ദിവസം മാറ്റി വയ്ക്കുക. നമ്മുടെ മടി മാറ്റി വെച്ചതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനായാലും പണി കഴിഞ്ഞ് വന്ന ആ ഒരു ചെയറുമ്പോൾ പോയി മടി പിടിച്ച് ഫോൺ നോക്കിയിരിക്കുകയാണെങ്കിൽ ഇതൊന്നും ചെയ്യില്ല. പക്ഷേ മടിയില്ലാത്ത നല്ല എനർജറ്റിക്കായ ദിവസമാണെന്നുണ്ടെങ്കിലേ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ തീർക്കും. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഒരു പേപ്പറിൽ ആദ്യം എഴുതി വെച്ചിട്ട് ഓരോന്നും ചെയ്ത് കഴിയുമ്പോൾ ടിക്ക് ഇട്ട് കൊടുക്കുക. പേപ്പറിൽ എഴുതി വെച്ചാൽ അത് ചെയ്യാൻ നമുക്ക് തോന്നും. അപ്പം അത് മറക്കാതെ ഓരോ കാര്യങ്ങളും ഇതിലുള്ള ഞാൻ പറയുന്നത് എഴുതി എടുത്തിട്ട് അത് കൃത്യമായിട്ട് ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മൾ ഫ്രഷ് ആയിട്ടൊക്കെ വന്ന് റൂമിൽ വന്ന് ഫാനൊക്കെ ഇട്ടിരുന്ന് നമ്മുടെ ടേബിളിൽ ഇരിക്കുകയാണ്. നമ്മുടെ പ്ലാനറിൽ നിന്ന് നമുക്ക് ഈ മാസത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യണം. അതിന് മുൻപ് കഴിഞ്ഞ മാസം എങ്ങനെയുണ്ടായിരുന്നു എന്ന് കൂടി നമ്മൾ ഈ പ്ലാനറിൽ നമുക്ക് എഴുതാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എഴുതാം. അപ്പോൾ നമുക്ക് പ്ലാനർ ഇതുപോലെ സാധാരണ ഒരു ഡയറിയിലും എഴുതാം. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ പ്ലാനേഴ്സ് നമുക്ക് വാങ്ങാൻ കിട്ടും, അങ്ങനത്തെ വാങ്ങാം. അപ്പോൾ ഈ ഒരു പ്ലാനർ ഓരോ പ്ലാനറിൻ്റെ റേറ്റ് അനുസരിച്ച് അതിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു പേജ് ഉണ്ട്. അതായത് ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ മാസത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, സന്തോഷമുള്ള മൊമെൻറ്റ്സ്, സങ്കടമുള്ളത്, നമുക്ക് ട്രൈ ചെയ്യേണ്ട അടുത്ത മാസം ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ മാസം ചെയ്തിട്ട് ശരിയാവാതിരുന്ന കാര്യങ്ങൾ, അതിൻ്റെ റീസൺസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു മന്ത്ലി റിവ്യൂ എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഇതുപോലെ എഴുതി കൊടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ പ്ലാനറുകൾ ഏകദേശം ഒരു 150 രൂപയിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യണത്. എന്നാൽ കൂടിയതും ഉണ്ട് കേട്ടോ, 1000 രൂപ വരെ ഉള്ളതുണ്ട്. അതിലൊക്കെ ഇങ്ങനെ കൂടുതൽ സെക്ഷൻസ് ഉണ്ടായിരിക്കും, പിന്നെ സ്റ്റിക്കേഴ്സ് ഉള്ളതുണ്ടായിരിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് എത്രത്തോളം ആവശ്യമുള്ള അതനുസരിച്ച് ഒരു പ്ലാനർ വാങ്ങിയാൽ മതി. ഇനി ഇതൊന്നും വാങ്ങാൻ താല്പര്യമില്ലെങ്കിൽ സാധാരണ ഒരു വൈറ്റ് പേജുള്ള നോട്ട്ബുക്ക് എടുത്തിട്ട് നമുക്ക് സ്വന്തമായിട്ട് പ്ലാനർ ഉണ്ടാക്കാം. ഞാൻ പ്ലാനർ ചെയ്യുന്നതിൻ്റെ വീഡിയോസ് കുറേ ചെയ്തിട്ടുണ്ട്. 4 വർഷത്തോളം ഞാനൊരു പുസ്തകം വെച്ചിട്ട് പുസ്തകങ്ങളിൽ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസിൻ്റെ ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു പ്ലാനറിൽ നമ്മൾ കഴിഞ്ഞ മാസത്തെ കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് മാർച്ച് മാസത്തെ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യണതിൻ്റെയാണ്. അപ്പോൾ നമുക്കിതിൽ ഡേറ്റും ദിവസമൊക്കെ നമ്മൾ തന്നെ എഴുതണം കേട്ടോ. അത് അൺഡേറ്റഡ് ആണ്, ഡേറ്റ് ഇല്ലാത്ത പ്ലാനറാണിത്. അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമുക്ക് ആവശ്യമനുസരിച്ച് കാര്യങ്ങളൊക്കെ എഴുതാം. നമുക്ക് ആദ്യത്തേൽ വരുന്നത് ഒരു മന്ത്ലി പ്ലാൻ എന്ന് പറഞ്ഞ സെക്ഷനാണ്. അതായത് ഇതിൽ ഫുള്ളായിട്ടൊരു മാസത്തിലെ കാര്യങ്ങൾ ചെറുതാക്കി നമുക്ക് എഴുതാം. ബർത്ത്ഡേസ്, ആനിവേഴ്സറീസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഓർമ്മപ്പെടുത്തേണ്ടത് അതൊക്കെ കുഞ്ഞായിട്ട് എഴുതാം. ഒരു ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ വേറെ സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം ഞാനത് എഴുതി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഈ പ്ലാനറിൻ്റെ ഉള്ളിൽ കുറേ പേജസ് വേറെയുണ്ട്. അതായത് നമുക്ക് നമ്മുടെ ഹാബിറ്റ്സ് ട്രാക്ക് ചെയ്യാൻ, അതായത് ഇപ്പോൾ നമ്മുടെ ഉറക്കം, അത് നേരത്തെ എഴുന്നേൽക്കണം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഉറങ്ങണം, ഒരു ഹാബിറ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യണം, റീഡിങ് ഹാബിറ്റ്, ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് ഓരോ ദിവസം ചെയ്യുന്നതനുസരിച്ച് ഇങ്ങനെ ടിക്കിട്ട് കൊടുക്കാൻ പറ്റുന്നൊരു പേജ്. പിന്നെയുള്ളത് നമ്മുടെ വരവ് ചെലവ് കണക്കുകളൊക്കെ ഓരോ മാസത്തെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ചിലവുകൾ, എക്സ്പെൻസുകൾ എഴുതാനുള്ളൊരു സെക്ഷനും, അത് ലാസ്റ്റിൽ നമുക്ക് ആഡ് ചെയ്ത് നോക്കിയിട്ട് അത് വല്ലാതെ കൂടി പോകുന്നുണ്ടെങ്കിൽ അടുത്ത മാസത്തേക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള സെക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു നല്ല പേജായിട്ട് തോന്നിയതാണ് റീഡിങ് ട്രാക്കർ. അതായത് നമ്മൾ ഓരോ മാസവും വായിക്കുന്ന ബുക്കുകൾ, ഇപ്പോൾ ഒരു മാസത്തേക്ക് ഒരു ബുക്ക് സെലക്ട് ചെയ്യുക. ആ ബുക്ക് നമ്മൾ ഒരു മാസം കൊണ്ട് വായിച്ച് തീർക്കാൻ പറ്റുകയാണെങ്കിൽ അത് മതി. 1-2 പേജ് വെച്ച് വായിച്ച് ആ ബുക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ നമുക്ക് എഴുതി വെക്കാം, ഇന്ന ബുക്ക് നമ്മൾ വായിച്ചു. അതോടൊപ്പം തന്നെ വായിക്കാൻ ആഗ്രഹമുള്ള ബുക്കുകളുടെ പേരുകൾ, അതൊക്കെ നമുക്ക് ഈ ഒരു റീഡിങ് ട്രാക്കറിൽ എഴുതാം. ഇതുപോലെ പല സെക്ഷൻസ് ഈ ബുക്കിൻ്റെ ഉള്ളിലുണ്ട്, നമുക്കതിൽ എഴുതി കൊടുക്കാം. അടുത്തതായിട്ട് വീടിൻ്റെ ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഈ മാസത്തിലെ റുട്ടീനാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതെല്ലാ മാസവും സെയിം തന്നെയാണ്, എന്നാലും ഞാൻ ഓരോ ദിവസത്തെ ഡേറ്റൊക്കെ അനുസരിച്ചൊന്ന് എഴുതി വെക്കണമെന്നുള്ളൂ. അപ്പോൾ അതിൽ സാറ്റർഡേസിലാണ് ഞാൻ വീട് ഡീപ്പ് ക്ലീൻ ചെയ്യാറ്. അത് വീട് മൊത്തത്തിലല്ല, ഓരോ റൂം വീതം ആഴ്ചയിലൊരിക്കൽ. ഞാൻ അങ്ങനെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യണ ആളൊന്നല്ല, ഒരു മീഡിയം ലെവൽ അത്രയേ ഉള്ളൂ. പിന്നെ ഒരു ദിവസം അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അത് ഓക്കെയാണ്, അത് അടുത്ത വട്ടം ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ആഴ്ചയിലൊരിക്കൽ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ആദ്യത്തെ സാറ്റർഡേ ബെഡ്റൂം ആണെങ്കിൽ പിന്നെ വരുന്ന സാറ്റർഡേ ലിവിങ് റൂമും അതിൻ്റെ കൂടെ ഒരു റൂം, അതായത് അപ്പച്ചനമ്മച്ചിയുടെ റൂമോ അല്ലെങ്കിൽ മക്കളുടെ റൂമോ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ അത് ഒരു റൂം അധികം സമയം എടുക്കണത്, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരെണ്ണം കൂടി ആഡ് ചെയ്ത് 2 കൂടിയിട്ട് ചെയ്യാം. പിന്നെ പിറ്റത്തെ സാറ്റർഡേ വരുമ്പോൾ ഡൈനിങ് റൂം,
പിറ്റത്തെ സാറ്റർഡേ വരുമ്പോൾ നമുക്ക് കിച്ചൺ, അങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നത്തെ അതിൽ ചൊവ്വയും വ്യാഴവും ദിവസങ്ങളിലാണ് ബാത്റൂമിൻ്റെ ക്ലീനിങ് ചെയ്യുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിൽ ബാത്റൂംസ് നമുക്ക് മാറി മാറി ക്ലീൻ ചെയ്യാം. പിന്നെ ഇതിലൊരു കാര്യമുള്ളത്, ഓരോരുത്തരുടെയും വീടിൻ്റെ അനുസരിച്ചിട്ട് ഇതൊക്കെ മാറ്റം വരുത്തേണ്ടി വരും. ഒരു നില വീടായിരിക്കും, 2 നിലയായിരിക്കും, ചെറുത് വലുത് അങ്ങനെയൊക്കെ ഉണ്ട്. ചിലപ്പോൾ വീട്ടിൽ മെയ്ഡ് വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് വേണം നമ്മുടെ ക്ലീനിങ് റുട്ടീൻ സെറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഈ പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഫുൾ കറക്റ്റ് ഒന്നും ആവണമെന്നില്ല. പിന്നെ ഇവിടെയാണെങ്കിൽ ഞാൻ മക്കൾക്ക് അവധിയുള്ള ദിവസങ്ങളിൽ അവരെ കൊണ്ട് അവരുടെ റൂം ക്ലീൻ ചെയ്യിപ്പിക്കുക, ബാത്റൂം ക്ലീൻ ചെയ്യിപ്പിക്കുക, അതൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട്. പക്ഷെ എല്ലാ സമയത്തും അവർക്ക് എല്ലാ നേരവും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം അവർക്ക് പഠിക്കാനൊക്കെ ഉണ്ട്. മാത്രമല്ല ചേട്ടനും വർക്ക് ഉണ്ട്. അപ്പോൾ ചേട്ടനും ഫ്രീ ഉള്ള സമയങ്ങളിൽ ചേട്ടന് ചെയ്യാൻ പറ്റുന്നത് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്രയും ഹെൽപ്പുള്ള അനുസരിച്ചുള്ളൊരു ക്ലീനിങ് ചെയ്യണുള്ളൂ. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യണതാണ് എനിക്ക് കംഫർട്ടബിൾ. അപ്പോൾ അത് കുഴപ്പമില്ല, വേണമെങ്കിൽ നിങ്ങൾക്കിത് ഫോളോ ചെയ്യാം. അടുത്തതായിട്ട് എൻ്റെ മെയിൻ പണി എന്ന് പറയുന്നത് കിച്ചണിലെ പാൻട്രി ചെക്ക് ചെയ്യുക, അതായത് പലചരക്ക് ഐറ്റംസൊക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഫ്രിഡ്ജിലിരിക്കുന്ന ഐറ്റംസ് ചെക്ക് ചെയ്യും, ഫ്രിഡ്ജ് ക്ലീനിങ്ങും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ ആ മാസത്തിന് ആദ്യത്തിൽ തന്നെ ചെയ്യുക. അപ്പോൾ നമുക്ക് പലചരക്ക് ഐറ്റംസ് എല്ലാം നോക്കി അതിൽ എന്തെങ്കിലുമൊക്കെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക. റീഫില്ല് ചെയ്യണമെങ്കിൽ അത് ഫില്ല് ചെയ്യാം, ഇല്ലെങ്കിൽ ബോട്ടിൽസ് കഴുകി വെക്കണമെങ്കിൽ അത് ചെയ്യാം. മേടിക്കണമെങ്കിൽ അപ്പോൾ നമുക്കതനുസരിച്ച് ലിസ്റ്റ് തയ്യാറാക്കി വെക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ബോട്ടിൽസിലെല്ലാത്തിലും കുറേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 ബോട്ടിലായിട്ട് ഞാൻ എല്ലാം വെക്കാറ്, അത് ഫില്ല് ചെയ്യാണ്. അപ്പോൾ ഈ ബോട്ടിൽസ് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. കുറേ നാളായി യൂസ് ചെയ്യണു, ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇത് വാങ്ങുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനത്തെ ജാറുകളാണ് സാധാരണ നമ്മൾ ഓൺലൈനിൽ കാണുന്നതിൽ ഏറ്റവും വിലക്കുറവ്. ഇത് 1 കിലോയുടെ ജാറുകളാണ് വെച്ചിരിക്കുന്നത്. ഗ്ലാസ് ബോട്ടിൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, അത്രയേ ഉള്ളൂ, വെയിറ്റ് ഉണ്ടാവും. പക്ഷേ ഇത്ര നാളായിട്ട് എനിക്കത് ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. അപ്പോൾ ഇതിൽ 1 കിലോയുടെ ജാറുകളുടെ അടപ്പുണ്ടല്ലോ, ഈ ബ്ലാക്ക് കളറിലുള്ള അടപ്പുള്ളത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഗോൾഡൻ കളറുള്ളത് വരുന്നുണ്ട്, അത് ആ അടപ്പ് പൊട്ടയാണ്, കുറേ കഴിയുമ്പോൾ തുരുമ്പ് വരും. അതുകൊണ്ട് ഇതാണ് നല്ലത്, അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ എൻ്റെ 1 കിലോയുടെയും വരുന്നുണ്ട്. പിന്നെ പൊടികളൊക്കെ ഇടാൻ പറ്റുന്ന ചെറിയ ബോട്ടിൽസ് വരുന്നുണ്ട്, അത് കുറേ ഷേപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ഏത് ഷേപ്പായാലും അതിൻ്റെ അളവ് നോക്കിയിട്ട് നമുക്ക് എടുക്കാം, 250, 100 ഗ്രാം അങ്ങനെയൊക്കെ. ഈ ഒരു ബോട്ടിൽ ഞാൻ എടുക്കാനുള്ള എൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിന് സാധാരണ ഗ്ലാസ് ബോട്ടിൽ വെച്ച് നോക്കുമ്പോൾ വില നല്ല കുറവാണ്. ആകെ ഒരു പ്രോബ്ലം ഇതിൻ്റെ ഈ അടപ്പ് കേട് വരുന്നതാണ്. ഇനി ഈ അടപ്പ് കേട് വന്നും ശരിക്കും ഇത് ഈ അടപ്പ് മാത്രമായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. 2 അളവിലാണ് ആകെ അടപ്പ് കിട്ടണുള്ളൂ കേട്ടോ. വലിയ ബോട്ടിലിന് വലിയ ബോട്ടിൽ ഈ ഒരു അളവ് മാത്രമേ ഉള്ളൂ, 1 കിലോയുടെ ഉള്ളൂ. അത് ബോട്ടിലിൻ്റെ അടപ്പിൻ്റെ അളവ് വരുന്നത് 83 mm എന്ന് പറഞ്ഞ അളവാണ്. ഇനി ചെറിയ ബോട്ടിലാണ് മേടിച്ചതെന്നിരിക്കും. ഇപ്പം നമ്മുടെ കയ്യിൽ ചെറുതുണ്ട്, ഏറ്റവും ചെറുതുണ്ട്. ഈ ബോട്ടിലിൻ്റെ അടപ്പിൻ്റെ അളവ് സെയിമാണ്. അതാണ് അതൊരു പ്രത്യേകത മനസ്സിലായത്. ഷേപ്പ് എങ്ങനെ ആയിക്കോട്ടെ, ഹൈറ്റ് എങ്ങനെ ആയിക്കോട്ടെ, ആ കുഞ്ഞു ബോട്ടിലുകളുടെ അടപ്പ് 63 mm എന്ന് പറഞ്ഞ അളവാണ്. അപ്പോൾ ആ അടപ്പ് മേടിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. വലുതാണ് മേടിക്കണമെന്നുണ്ടെങ്കിൽ വലിയ അടപ്പന്നെ വാങ്ങാം. അതൊരു വട്ടം വാങ്ങി നോക്കിയാൽ ശരിയായിട്ടില്ലെങ്കിൽ റിട്ടേൺ അടിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അളവ് ഏകദേശം അതിൻ്റെ കിട്ടും. ഈ ബോട്ടിൽ നമുക്ക് കാലങ്ങളോളം യൂസ് ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. അങ്ങനെ ആ ഒരു പണിയും കംപ്ലീറ്റ് ആയി. ഇനി എനിക്ക് അടുത്ത ദിവസം ചെയ്യേണ്ട കുറച്ച് പണികളാണ് ഇതൊക്കെ. അതായത് കുരുമുളക് നമുക്കൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് പൊടിക്കണം. പിന്നെ ഈ ഒരു മുളക് നമുക്ക് പൊടിക്കണം, മല്ലി പൊടിക്കണം. പിന്നെ അതുപോലെ തന്നെ കുത്തി പൊടിച്ച മുളക് നമുക്ക് ഉണ്ടാക്കില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മുളകൊന്ന് ഉണക്കിയിട്ട് മിക്സിയിൽ ഒന്ന് അടിക്കണം. അപ്പോൾ ആ പണികളൊക്കെ ഞാൻ നാളേക്ക് വെച്ചിരിക്കുകയാണ്. അതൊക്കെ സെറ്റാക്കി ഞാൻ ടേബിളും വയ്ക്കുകയാണ് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഗരം മസാല പൊടിക്കണമെങ്കിലോ സാമ്പാർ പൊടി ഉണ്ടാക്കണമെങ്കിലോ അതൊക്കെ നമുക്ക് മാസത്തിന് ആദ്യത്തിൽ ചെയ്ത് വയ്ക്കാം. അടുത്തായിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഫ്രിഡ്ജിൽ ഐറ്റംസ് ആണ്. ഡേറ്റ് കഴിഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റിക്കളയാം. അതുപോലെ തന്നെ വെജിറ്റബിൾസ് കേടായിട്ടിരിക്കുക, കറികളൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ ഫ്രിഡ്ജ് നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇത് അന്നത്തെ ദിവസം തന്നെ എല്ലാം കൂടി ചെയ്യേണ്ട ആവശ്യമില്ല. പിറ്റേ ദിവസം ഫ്രീ ആകുമ്പോൾ അപ്പോൾ ചെയ്താലും മതി. ഒരു ബോട്ടിലിൽ ഞാൻ 2 കപ്പ് വെള്ളവും 1/2 കപ്പ് വിനാഗിരിയും കൂടി ചേർത്ത മിക്സ് വെച്ചിട്ട് സ്പ്രേ ചെയ്ത് വൈപ്പ് ചെയ്യാം. ഇത് നമുക്ക് നല്ല ക്ലീൻ ആവാനും വിനാഗിരി ഉള്ളതുകൊണ്ട് തന്നെ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ അതിൽ കൂടുതലായിട്ട് അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സോപ്പും വെള്ളം, നമ്മുടെ പാത്രം കഴുകണ ലിക്വിഡ് ഉണ്ടല്ലോ, അത് കുറച്ച് കലക്കിയിട്ട് അത് വെച്ചിട്ട് പതുക്കെ പാത്രം കഴുകണ പോലെ തന്നെ സോഫ്റ്റ് സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം അവിടെ വെക്കുക. അത് കഴിഞ്ഞിട്ട് സ്ക്രബ് ചെയ്ത് വൃത്തിയാക്കുക. സ്റ്റീൽ സ്ക്രബ്ബർ ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ. പിന്നെ ഫ്രിഡ്ജ് എപ്പോഴും ഓഫ് ചെയ്തിട്ടിട്ട് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനുള്ള ട്രേകളും അതെല്ലാം അതും സോപ്പ് വെച്ച് കഴുകുക. വേറെ ഒരു സൊല്യൂഷനും ഫ്രിഡ്ജിൽ യൂസ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ സ്മെല്ല് ഫ്രിഡ്ജിൽ സർക്കുലേറ്റ് ചെയ്യും, പിന്നെ അത് നല്ലതുമല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു വിനാഗിരി വെള്ളം മിക്സും പിന്നെ പാത്രം കഴുകുന്ന ലിക്വിഡും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതെല്ലാം യൂസ് ചെയ്ത് ക്ലീനാക്കി നമ്മൾ വെജിറ്റബിൾസൊക്കെ മേടിച്ചിട്ട് വന്നത് ബോക്സുകളിൽ നല്ല സെറ്റാക്കി വൃത്തിയായിട്ട് വെക്കുക. ഫ്രിഡ്ജിൽ എപ്പോഴും ഐറ്റംസ് വെക്കുമ്പോൾ നല്ല കണ്ടെയ്നേഴ്സ് ഗ്ലാസിൻ്റെ വാങ്ങിയിട്ട് അതിൽ കറികളായാലും ഐറ്റംസൊക്കെ സൂക്ഷിക്കുക. അല്ലാതെ കിട്ടുന്ന എല്ലാ പാത്രവും കൊണ്ട് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കുമ്പോൾ ഫ്രിഡ്ജിൽ കറണ്ട് കൺസംഷനും കൂടും, മാത്രമല്ല ഫ്രിഡ്ജ് വൃത്തികേടായിട്ടിരിക്കും. പിന്നെ അത് പെട്ടെന്ന് അഴുക്കും പിടിക്കും. അപ്പോൾ നമ്മൾ അതിനുള്ള ബോക്സുകളിൽ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജ് എപ്പോഴും
ക്ലീൻ ആയിട്ടിരിക്കും. എപ്പോഴും ഭയങ്കരമായൊരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരില്ല. ഇനി നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും പച്ചക്കറികളൊക്കെ മേടിച്ചിട്ട് ഒതുക്കില്ലേ, ആ സമയത്ത് നോക്കിയാൽ മതി. എന്തെങ്കിലും കഴുകണമെങ്കിൽ അപ്പോൾ തുടച്ച് കളയുക. എന്നിട്ട് മാസത്തിൽ ഒരിക്കൽ ഫുള്ളായിട്ടും ക്ലീൻ ആക്കാം. ഇനിയാണ് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക്, നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഫോൺ. ഈ ഫോണിൻ്റെ ഉള്ളിലും കൂടി നമ്മളൊന്ന് നല്ല റീഫ്രഷ് കൊടുക്കണം, നല്ല ക്ലീൻ ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗാലറിയിൽ പോയിട്ട് അവിടെ അനാവശ്യമായിട്ട് കിടക്കുന്ന ഫോട്ടോസ്, വാട്സപ്പിൽ കിടക്കുന്ന കുറേ മെസ്സേജുകൾ, അങ്ങനത്തെയൊക്കെ ഡിലീറ്റ് ചെയ്ത് ഫോൺ നല്ല ക്ലീൻ ആക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ അതിൽ എന്തെങ്കിലും ആപ്പുകളൊക്കെ വല്ലാതെ ഉപയോഗിക്കുന്നുണ്ട്, അതൊരു അഡിക്ഷനായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം. പിന്നെ നമുക്ക് വാൾപേപ്പറൊക്കെ മാറ്റാം, അങ്ങനെ ഫോണിനെ കുറച്ചും കൂടി ഭംഗിയൊക്കെ ആക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഫോണിൻ്റെ ക്ലീനിങ് പരിപാടിയും കൂടി ഈ ഒരു മാസം തുടങ്ങുമ്പോൾ തന്നെ ചെയ്യാം. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഒരു മാസത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും നമ്മുടെ ലൈഫിനെ ഈസി ആക്കാൻ വേണ്ടി സഹായിക്കുന്നതും. അപ്പോൾ കൂടുതൽ സമയം നമ്മുടെ ഫാമിലിയുടെ കൂടെ ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യാനും കൂടി നോക്കാട്ടോ ഈ മാസം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടിപ്സ് എല്ലാവരും ഉപയോഗിക്കണം, എന്നിട്ട് എന്നോട് പറയണം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.